ഹലോ, എക്സ്ട്രാ ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കളക്ഷൻ സാരീസ് ആയിട്ടാണ്. നമ്മൾ ഒരുപാട് വീഡിയോസിൽ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കളക്ഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നല്ല റെസ്പോൺസ് ആണ് നമ്മുടെ വ്യൂവേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കളക്ഷനിലോട്ട് ഇനിയും സാരീസ് അയച്ചു തരാനായിട്ട് താല്പര്യമുള്ളവർ നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഈ ഇന്ന് കാണിക്കുന്ന സാരീസ് നിങ്ങൾക്ക് ഏതെങ്കിലും വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് ഓരോ സാരീസ് വെച്ചിട്ട് കാണാം. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ഗ്രേയിഷ് ബ്ലൂ ഷെയ്ഡാണ്. എക്സാക്ട് ബ്ലൂ ഷെയ്ഡും അല്ല, ഗ്രേ ഷെയ്ഡും അല്ല, ഗ്രേയിഷ് ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡിൽ മംഗലഗിരി പട്ട് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്ന ഒരു സാരിയാണ് ഇത്. ഒരു സിൽക്കിന്റെ തന്നെ ഒരു വേരിയേഷൻ ആണ് ഈ മംഗലഗിരി പട്ട് എന്ന് പറഞ്ഞാൽ. വളരെ സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരിയാണ്. അതിനകത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹണികോം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഈ ഒരു ഹാൻഡ് എംബ്രോയിഡറി ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു മെറ്റീരിയൽ പാർട്ടി വെയർ യൂസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന വർക്കും അങ്ങനെ ഒരു പാർട്ടി വെയർ കളക്ഷനിൽ വരുന്നത് പോലെ നല്ലൊരു ബീഡ് വർക്ക് ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു എംബ്രോയിഡറി ആണ്. ഇതൊരു മൾട്ടി കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നത്. ഇത് അതിനകത്ത് ഓറഞ്ചിന്റെയും യെല്ലോയുടെയും പിങ്കിന്റെയും ഒക്കെ ഒരു ഷെയ്ഡ്സ് മിക്സ് ചെയ്ത് വരുന്ന ഒരു മൾട്ടി കളർ ആയിട്ടുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഈ ഒരു എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നത്. സ്കാറ്റർ ചെയ്ത് 3-4 ഫ്ലവേഴ്സ് നിൽക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഈ പല്ലുവിന്റെ മെയിൻ എൻഡിൽ ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ ഈ ഒരു ഡിസൈൻ ഉണ്ട്. ഇതിന്റെ പല്ലുവിന്റെ ഫുള്ളായിട്ട് വരുമ്പോഴത്തേനും ഇങ്ങനെ ഈ ഒരു ഡിസൈൻ വരുന്നത്. മടക്കി പിടിച്ചപ്പോൾ ആ ഡിസൈനിന്റെ പകുതിയെ കാണത്തുള്ളായിരുന്നു. ഞാൻ ജസ്റ്റ് ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇതിന്റെ പല്ലു പോർഷൻ എൻഡ് വരുന്നത്. കണ്ടോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആയിട്ട് തന്നെ പെയർ ചെയ്യാൻ പറ്റുന്ന, അതിനകത്ത് ആ ഒരു ബീഡ് വർക്ക് കൂടെ ഒക്കെ വന്നിരിക്കുന്ന ഒരു പേൾ എലമെന്റിൽ വന്നിരിക്കുന്ന ബീഡ് വർക്കാ വൈറ്റ് കളറിൽ. അതും സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ബീഡ്സും സ്റ്റിച്ച് ചെയ്താണ് വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇതിന്റെ ബാക്ക് സൈഡ് കണ്ടാൽ അറിയാം. ഇത് ഗ്ലൂ ചെയ്തേക്കുന്നതല്ല, സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അത് പറഞ്ഞു പോകുന്നുള്ള പേടി ഒന്നും വേണ്ട. നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ്. ഈ സാരിയിൽ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനാണ്. ചെസ്റ്റ് പോർഷനിൽ വരുമ്പോഴത്തേന് ഇതിന്റെ ഉൾവശത്തും പുറവശത്തും, അതായത് നമ്മൾ ഫ്ലീറ്റഡ് ആവുന്ന സമയത്തും സിംഗിൾ ഫ്ലീറ്റിൽ വരുമ്പോഴും കാണാവുന്ന രീതിയിൽ ഡിസൈൻസ് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ ഇത് സിംഗിൾ ഫ്ലീറ്റ്സിലും ഇടാം, അതുപോലെ നമുക്ക് ഫ്ലീറ്റഡ് ആയിട്ട് വേണമെങ്കിൽ ഇടാവുന്നൊരു പാറ്റേണിൽ ഇതിനകത്ത് എംബ്രോയിഡറി വന്നിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ വേണമെങ്കിലും ഇടാം. മറ്റൊരു ലൂസ് ആയിട്ടുള്ള ഫ്ലീറ്റ്സ്, അതായത് പ്രോപ്പർ ഫ്ലീറ്റഡും അല്ല എന്നാൽ ആ ഒരു ഡബിൾ ഫ്ലീറ്റ് വരുന്നൊരു പാറ്റേണിൽ വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഈ സാരി പെയർ ചെയ്യാം. അങ്ങനെയാണെങ്കിലും എല്ലാ ഡിസൈൻസും, അതായത് രണ്ട് ഡിസൈനും, രണ്ട് ചെസ്റ്റ് പോർഷൻ ഉള്ളിൽ വരുന്നതും പുറമേ വരുന്ന രണ്ട് ഡിസൈനും ഹൈലൈറ്റ് വരുന്നത് പോലെ നമുക്ക് കൊടുക്കാം. വളരെ ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ. ഒട്ടും ഇങ്ങനെ വെയിറ്റ് ഉള്ള മെറ്റീരിയലും അല്ല, ഒട്ടും ഇങ്ങനെ വീർത്ത് നിൽക്കുന്ന പോലത്തെ ഉള്ള മെറ്റീരിയലും അല്ല. നല്ല ഫ്ലോയി ആയിട്ട് നല്ല ഒതുങ്ങി കിടക്കുന്ന നല്ല മയമുള്ളൊരു മെറ്റീരിയൽ ആട്ടോ. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ഒരു ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇങ്ങനെ ഇതിനകത്ത് ആ ഒരു ചെസ്റ്റ് പോർഷനിലെ വർക്ക് വരുന്നത്. ഇങ്ങനെ ഒരു വർക്കൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പിന്നെയും പറഞ്ഞതുപോലെ ആ ഒരു പാർട്ടി വെയർ ലുക്ക് നല്ലതായിട്ട് ഈ ഒരു സാരിക്ക് വരുന്നുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ ബോട്ടം പോർഷനിലോട്ട് വരുമ്പോഴാണ് ഡിസൈൻ വരുന്നത്. ബോട്ടം പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇങ്ങനൊരു ഡിസൈൻ ഇതിന്റെ ബോട്ടം പോർഷനിൽ വരുന്നത്. ഈ ഒരു സ്റ്റാൻഡിങ് പോസിൽ വരുന്ന ഇങ്ങനൊരു ഡിസൈനാണ്. അത്യാവശ്യം നല്ല ലെങ്ത് തന്നെയുണ്ട് ആ സ്റ്റാൻഡിങ് പോസിലെ ഡിസൈനും. അതുപോലെ നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറിൽ അത്യാവശ്യം സമയം എടുക്കുന്ന ഒരു സ്റ്റിച്ച് തന്നെയാണ് നമ്മുടെ ഈ ഹണികോം സ്റ്റിച്ച് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇത്രയും ഹണികോം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുള്ള ഡിസൈൻസ് വരുമ്പോൾ തന്നെ സാരിക്ക് അത്യാവശ്യം നല്ല റേറ്റ് വരും. അതിനോടൊപ്പം തന്നെ ഇത് ഈ മംഗലഗിരി സിൽക്ക് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു പട്ട് മെറ്റീരിയൽ ഈ ഒരു സാരി ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സാരിയുടെ ടോട്ടൽ പ്രൈസ് വരുന്നത് 3500 rupees ആണ്. അപ്പം ഈ സാരി നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ആർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. നല്ലൊരു കളർ കോമ്പിനേഷനിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. എല്ലാ കോമ്പിനേഷൻ ഉള്ളവർക്കും ഒക്കെ സ്യൂട്ടബിൾ ആയിട്ട്, അതുപോലെ നമുക്ക് ഡേ ഫംഗ്ഷൻ ആണെങ്കിലും നൈറ്റ് ഫംഗ്ഷൻ ആണെങ്കിലും ഒക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. അതുപോലെ ഈ സാരിയിൽ അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസും ചെയ്തിട്ടുണ്ട്. ഈ സെയിം മെറ്റീരിയൽ തന്നെ സ്ലീവ്സിൽ ഈ ഒരു എംബ്രോയിഡറി വരുന്നത് പോലെ അറ്റാച്ച്ഡ് ആയിട്ട് ഇതിനകത്ത് ബ്ലൗസും ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഫ്ലവർ പാറ്റേൺ ഇതിന്റെ ബ്ലൗസിന്റെ സ്ലീവ്സിൽ വരുന്നത് പോലെ ഇതിനകത്ത് വിത്ത് ബ്ലൗസും പ്രൊവൈഡഡ് ആണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ടൺ ചെക്കോട്ട സാരിയിൽ കച്ച് വർക്ക് എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കച്ച് വർക്ക് എംബ്രോയിഡറി എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള എംബ്രോയിഡറി പാറ്റേൺ ആണ്. നമ്മുടെ ചിക്കൻ കാരിയൊക്കെ പോലെ തന്നെ ട്രഡീഷണൽ സ്റ്റിച്ചുകളുടെ ഒരു
കാറ്റഗറിയിൽ വരുന്ന ഒരു എംബ്രോയിഡറി പാറ്റേൺ. വളരെ ടൈം എടുത്താണ് നമ്മൾ ചിക്കൻകാരി വർക്കുകളെക്കാളും ഒക്കെ വളരെ ടൈം എടുത്ത് ഇതൊരു പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു പാറ്റേണിൽ ഇത് ഓരോ സ്റ്റിച്ച് ചെയ്യുന്നത് ഓരോ രീതിയിൽ ഇതിനെ നൂലിങ്ങനെ ലോക്ക് ചെയ്ത് അങ്ങനെ ഒരു പാറ്റേണിൽ ഇതിന് സ്റ്റിച്ച് ചെയ്യുന്നത് തന്നെ വളരെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി സ്റ്റിച്ചാണ്. അതിൻ്റെ ഒരു എലഗൻസ് ആ ഒരു സാരിയുടെ വർക്കിൽ മീൻസ് ആ ഒരു ഫിനിഷ്ഡ് ലുക്കിൽ നമുക്ക് ആ ഒരു ടൈം കൺസ്യൂമിങ് ആയിട്ട് വരുന്ന ആ ഒരു വർക്കിന്റെ എലഗൻസ് ഫുൾ വന്നിട്ടുണ്ട്. ഇതിന്റെ പല്ലുവിന്റെ മെയിൻ പോർഷനിൽ എൻഡിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു റെക്ടാംഗിൾ പാറ്റേൺ, അതായത് അതിന്റെ ആ കോർണർ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഡിസൈൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ പല്ലു പോർഷന്റെ രണ്ട് എൻഡിലും ഇതുപോലെ ഈ ഒരു കോർണർ ഇതുപോലെ ഒരു ട്രയാങ്കിൾ പാറ്റേണിൽ കവർ ചെയ്യുന്നത് പോലെ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് മിഡിൽ പോർഷൻ വരുമ്പോഴത്തേനും ഇതുപോലത്തെ സ്ക്വയർ പാറ്റേൺസ്, നടുക്കൊരു വലിയ പാറ്റേണും അതിൻ്റെ രണ്ട് വശത്തും വരുന്നത് പോലെ രണ്ട് ചെറിയ സ്ക്വയർ പാറ്റേണും ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഈ ഒരു വൈറ്റ് കളർ യൂസ് ചെയ്തിട്ട് ഈ ഒരു എംബ്രോയിഡറി ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു കച്ച് വർക്ക് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റും. നമ്മൾ നോർമലി ചിക്കൻകാരി സാരീസിലൊക്കെ ഈ ഒരു ഡാർക്ക് ഷെയ്ഡിൽ വൈറ്റ് കളർ എംബ്രോയിഡറി വരുന്നെന്ന് പറയുന്ന പോലെ കച്ച് വർക്കിൽ ആ സെയിം പാറ്റേൺ യൂസ് ചെയ്തിരിക്കുന്നതാണ്. വൈറ്റ് കളർ വരുമ്പം തന്നെ ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു കച്ച് വർക്കിന്റെ എലഗൻസ് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ പല്ലുവിന്റെ രണ്ട് എൻഡിലും നമ്മൾ നേരത്തെ എല്ലാ സാരീസിലും മിക്കവാറും ഒക്കെ അതിന്റെ മെയിൻ ആയിട്ടുള്ള റണ്ണിങ് പോർഷനിലെ ഡിസൈൻ വരാറുള്ളൂ. ഈ ഒരു സാരിയിൽ ഇതിന്റെ ഉള്ളിൽ വരുന്ന റണ്ണിങ് പോർഷനിലും ഇങ്ങനെ രണ്ട് ഡിസൈൻസ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. സാരി ഉടുത്ത് ഫ്രണ്ടിലോട്ട് സിംഗിൾ ഫ്ലീറ്റ് ആയിട്ട് പിടിക്കുന്നവർക്കാണെങ്കിലും അതുപോലെ ചർച്ചിൽ നമ്മൾ തലയിലിടുമ്പോഴൊക്കെ ആണെങ്കിലും ഒക്കെ നല്ലപോലെ കാണാൻ പറ്റുന്നത് പോലെ ഈ ഒരു എംബ്രോയിഡറി ഡിസൈൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സാരിക്ക് കുറച്ചും കൂടെ ഒരു എംബ്രോയിഡറിയുടെ എലഗൻസ് കൂടുതലായിട്ട് വരും. മെയിൻ റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇതുപോലെ നമ്മൾ പല്ലുവിൻ്റെ എൻ പോർഷനിൽ കണ്ടതുപോലെ, പല്ലുവിൻ്റെ സെൻട്രൽ പോർഷനിൽ കണ്ടതുപോലെ ഒരു വലിയ ഡിസൈനും അതിൻ്റെ അപ്പുറം ഇപ്പുറം രണ്ട് ഡിസൈനും വരുന്നത് പോലെയാണ് നമ്മൾ ഉടുത്ത് വരുമ്പോൾ പ്ലേറ്റഡ് ആവുന്ന ഭാഗത്തെ റണ്ണിങ് പോർഷനിൽ കൊടുത്തിരിക്കുന്ന ഡിസൈൻസ്. ഇതുപോലത്തെ ഒരു വലിയ ഡിസൈനും അതിൻ്റെ അപ്പുറം ഇപ്പുറം വരുന്നത് പോലെ രണ്ട് ചെറിയ ഡിസൈൻസും വരുന്നത് പോലെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചെസ്റ്റ് പോർഷൻ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷൻ ഇതുപോലെ നമ്മൾ ആ ഒരു ബോർഡർ ക്രോസ് ചെയ്ത്, അതായത് എൽ ഷേപ്പിൽ കോർണർ ചെയ്തിരുന്ന ആ ഡിസൈൻ സ്ട്രെയിറ്റ് ആയിട്ട് ചെസ്റ്റ് പോർഷൻ കവർ ചെയ്യുന്ന രീതിയിലാണ് ഇതിനകത്ത് ചെസ്റ്റ് പോർഷൻ കൊടുത്തിരിക്കുന്നത്. ഒരു ബോർഡർ പാറ്റേണിലാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് കച്ച് വർക്കിന്റെ ലേസ് പാറ്റേൺ ഒക്കെ കാണാൻ കിട്ടും. നമ്മുടെ ക്രോഷ്യ ലേസ് ഒക്കെ പോലെ തന്നെ നമുക്ക് ആ ഒരു കച്ച് വർക്ക് വരുന്ന പോലെ ഒരു ലേസ് പാറ്റേണിലാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് കണ്ടാൽ ഇത് ശരിക്കും ഒരാൾ ഹാൻഡ് എംബ്രോയിഡറി ചെയ്താണോ എന്ന് തന്നെ ഡൗട്ട് തോന്നും. അത്രമാത്രം ബ്യൂട്ടിഫുൾ ആണ്. ശരിക്കും ഒരു ലേസ് ഒക്കെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന അത്രയും ഭംഗിയിൽ അത് ചെയ്തിരിക്കുന്നത്. ഇത്രയും സ്റ്റിച്ച് ഇതുപോലെ ഈവൻ ആയിട്ടുള്ള ഭംഗിയിൽ ഇത്രയും ടൈം എടുത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല എഫേർട്ടും നല്ല ക്ഷമയോടും കൂടി ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ്. എല്ലാ ഡിസൈൻ സ്റ്റിച്ചും, അതായത് ഓരോ ഇതിനകത്തെ മോട്ടീവ്സും വളരെ സെയിം ആയിട്ട് തന്നെ വരുന്നത് പോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു എംബ്രോയിഡറി ആണ്. ഇതിനകത്ത് നമ്മൾ ഇതിൻ്റെ ചെസ്റ്റ് പോർഷൻ, അതായത് നമ്മൾ ഷോൾഡർ പോർഷൻ തൊട്ട് ഈ ഒരു ബാക്കിലോട്ട് പോകുന്ന നമ്മുടെ ഈ ഒരു റൈറ്റ് ലെഗിന്റെ മൂൾഭാഷം വരുന്ന അത്രയും ഭാഗം വരെയും ഈ ഒരു ബോർഡർ ഡിസൈൻ വരുന്നുണ്ട്. അതിനുശേഷം ബാക്കിലോട്ട് പോകുന്ന പോർഷനിലും ഫ്ലീറ്റ് എടുക്കുന്ന പോർഷനിലോട്ടൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ ആ ഒരു പല്ലുവിൻ്റെ റണ്ണിങ് പോർഷനിൽ കണ്ട പോലെ തന്നെ ഒരു വലിയ ഫ്ലവർ, ഒരു വലിയ മോട്ടീവ്, അതിൻ്റെ അപ്പുറം രണ്ട് ചെറിയ മോട്ടീവ്സ് വരുന്നൊരു പാറ്റേണിൽ റണ്ണിങ് ആയിട്ട് ഈ ഒരു സാരിയുടെ ഫുൾ, ഇത് ബോട്ടം പോർഷനാണ്, ഞാനത് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി തിരിച്ചു പിടിച്ചിരിക്കുന്നതാണ്. ഇത് കണ്ടോ, ഇങ്ങനെ ഈ ഒരു പാറ്റേൺ ഫുൾ ഈ ഒരു സാരിയുടെ ബോർഡറിൽ ചെയ്തിട്ടുണ്ട്. വളരെ നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേനും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്നത് പോലത്തെ ഒരു സാരിയാണ്. ഈ ഒരു സാരി നമുക്ക് ഇത്രയും എംബ്രോയിഡറി ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് ദിവസം എടുത്ത് നമ്മൾ ചെയ്യുന്നൊരു എംബ്രോയിഡറി വർക്ക് തന്നെയാണ്. എന്നിട്ട് ഇതിൻ്റെ കറക്റ്റ് ആ റൈറ്റ് ലെഗ് പോർഷൻ വരുമ്പോഴത്തേനും ഈ ഒരു ഡിസൈനെ കുറച്ചും കൂടി ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഒരു വലിയ ഡിസൈന് ചുറ്റും ചെറിയ ഡിസൈൻസ് വരുന്നൊരു പാറ്റേണിൽ ചെയ്തിട്ടുണ്ട്. റൈറ്റ് ലെഗ് പോർഷനിൽ വരുമ്പോഴത്തേനും ഇങ്ങനെ വരും ഈ ഒരു ഡിസൈൻ. അങ്ങനെയാണ് ഈ ഒരു സാരി ചെയ്തിരിക്കുന്നത്. ഇത് 5.5 മീറ്റർ വരുന്ന സാരിയാണ്. ഇതിനകത്ത് ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ വൈറ്റ് കളറിലെ അക്കോബ ബ്ലൗസ് ഒക്കെ ഇട്ട് പെയർ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. അല്ല സെയിം കളർ ബ്ലൗസ് ഇട്ടാലും നല്ല ഭംഗി തന്നെയായിരിക്കും. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 3249 rupees-ആണ്. 3249 rupees-ആണ്. ഇത് നമ്മുടെ ഏരിയയിൽ ഒത്തിരി ആൾക്കാർ കമൻറ്റ് ചെയ്യാറുണ്ട് സാരീസിൻ്റെ റേറ്റ് കൂടുതലാണെന്നൊക്കെ. ശരിക്കും ഇത് ഹാൻഡ് വർക്ക് ആയിട്ടുള്ള സാരീസാണ്, മിഷൻ വർക്കോ അങ്ങനെയൊന്നുമല്ല. ഒരാൾ ഇതുപോലത്തെ ഒരു വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു 2-3 ആഴ്ചയെങ്കിലും ഇരുന്നാൽ പോലും ഇത്രയും ഫിനിഷിങ്ങിൽ ഇത്രയും സാരി ബോർഡർ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് വരത്തില്ല. അപ്പം അത് നമ്മൾ പെർ അവർ ഒരു ചെറിയൊരു നോർമൽ ഒരു മിനിമൽ ആയിട്ടുള്ളൊരു വേജ് കൊടുത്താൽ പോലും നമുക്ക് ഈ 3000 rupees-ന് ഈ ഒരു സാരി വാങ്ങിക്കാനായിട്ട് പറ്റത്തില്ല. പുറത്ത് നിങ്ങളൊരു ബൊട്ടീക്കിലോ അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഒരിക്കലും ഒട്ടും കൂടുതലായിട്ടുള്ളൊരു പ്രൈസ് അല്ല, ഏറ്റവും ഓഫർ ആയിട്ടുള്ളൊരു പ്രൈസ് തന്നെയാണ് നമ്മൾ ഈ ഒരു സാരി ഡിസ്പ്ലേ ചെയ്യുന്നത്.
നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന ഒരു സിൽക്കി കോട്ട സാരിയാണ്. ലാവൻഡർ ഷെയ്ഡിൽ വരുന്നൊരു സിൽക്കി കോട്ട സാരിയിൽ ഷാഡോ വർക്ക് എംബ്രോയിഡറി വന്നിരിക്കുന്ന ഒരു സാരിയാണ്. റെഡും ഗ്രീനും ഉള്ള ഒരു കോമ്പിനേഷനിലാണ് ഇതിനകത്ത് ഷാഡോ വർക്ക് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലിയൊരു ഫ്ലവർ പാറ്റേൺ ആണ് ഇതിനകത്ത് ഷാഡോ വർക്കായിട്ട് ചെയ്തിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വർക്ക് തന്നെയാണ്. വളരെ നല്ല വലിയ ഡിസൈൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് പോലത്തെ അത്യാവശ്യം നല്ലതായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പ്രൊജക്ട് ചെയ്ത് കാണാവുന്ന ഒരു പാറ്റേണിലാണ് ഇത്. പല്ലുവിൻ്റെ മെയിൻ എൻ പോർഷൻ ആണ്. അതായത് നമ്മൾ പ്ലേറ്റഡ് ആയിട്ട് വരുമ്പോഴത്തേന് കാണുന്ന ഒരു എൻ പോർഷൻ ആണ്. അവിടെയാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. 5 ഫ്ലവേഴ്സ് ഇങ്ങനെ സ്കാറ്റർ ചെയ്തിരിക്കുന്ന പോലെ ഒരു പാറ്റേണിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിന്റെ റണ്ണിങ് പോർഷനിലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു സിംഗിൾ ഫ്ലവർ വരുന്നത് പാറ്റേണിലാണ് നമ്മൾ ഇതിന്റെ റണ്ണിങ് പോർഷനിൽ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അതായത് പല്ലുവിന്റെ പുറകോട്ട് കിടക്കുന്ന ഭാഗത്ത് ഇങ്ങനെ ഒരു സിംഗിൾ ഫ്ലവർ ഡിസൈൻ വരുന്നുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ വരുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും അത്യാവശ്യം നിറഞ്ഞു തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാറ്റേണിൽ ചെസ്റ്റ് പോർഷൻ നിറഞ്ഞു തന്നെ ഡിസൈൻ നമ്മൾ ഉടുത്ത് വരുമ്പോൾ കാണുന്ന രീതിയിൽ തന്നെ ഇങ്ങനെ ഡിസൈൻസ് വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ ആ ഒരു ഫ്ലവേഴ്സിനെ സ്കാറ്റർ ചെയ്തൊരു ചെറിയൊരു 6 ആക്ക് പാറ്റേണിൽ വന്നിരിക്കുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന പോലെ ഈ ഒരു ഫ്ലവറിന്റെ ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഓരോരോ ഫ്ലവേഴ്സ് ആയിട്ട് കൊടുക്കുന്നതിന് പകരം ആ ഫ്ലവേഴ്സിനെ ഒന്ന് സ്കാറ്റർ ചെയ്ത് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയിലാണ്. അത്യാവശ്യം ലെങ്തി തന്നെ ഞാൻ നമ്മുടെ ഒരു ലെഗ് പോർഷൻ കഴിഞ്ഞ് മുകളിലോട്ട് വന്ന് ഷോൾഡർ പോർഷൻ വരെ വരുന്ന പോലെ അത്രയും ലെങ്തി തന്നെ ഈ ഒരു ഡിസൈൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ ആ ഒരു ബോട്ടം ബാക്ക് പോർഷനിലോട്ട് വരുമ്പോൾ തൊട്ട് ഇതിന്റെ ഫ്ലീറ്റ് പോർഷൻ വരെയും ഇങ്ങനെ ഈ ഒരു സെയിം ഫ്ലവർ ഡിസൈൻ ഇതുണ്ടോ ഈ ബോർഡർ കവർ ചെയ്ത്. അതായത് നമ്മുടെ ഈ ഒരു ചെസ്റ്റ് പോർഷനും ഫസ്റ്റ് ഫ്ലവറും തമ്മിൽ ഇത്രയും ഗ്യാപ്പേ വരുന്നുള്ളൂ. ഇത്രയും ഭാഗം മാത്രം ഗ്യാപ്പ് വന്നതിന് ശേഷം പിന്നെ ഈ സിംഗിൾ ഫ്ലവർ പാറ്റേൺ നമ്മുടെ പുറകുവശത്തോട്ട് പോകുന്നിടം തൊട്ടും ഈ ഒരു നമ്മുടെ ഫ്ലീറ്റ്സിന് ഇടയ്ക്കൂടെ വരുന്നത് പോലെയും ഫുൾ ഈ ഒരു ഡിസൈൻ ഇങ്ങനെ വരുന്നുണ്ട്. ലാസ്റ്റ് അത് റൈറ്റ് ലെഗ് പോർഷനിൽ വന്ന് സ്റ്റോപ്പ് ആവുക ചെയ്യുന്നത്. റൈറ്റ് ലെഗ് പോർഷനിലേക്ക് വരുമ്പോഴത്തേനും ഇതുണ്ടോ ഈ ഒരു ഗ്യാപ്പിൽ ഫുൾ ഇങ്ങനെ ഈ ഡിസൈൻ വന്ന് റൈറ്റ് ലെഗ് പോർഷനിലേക്ക് വരുമ്പോഴത്തേനും ഇങ്ങനെ 3 ഫ്ലവേഴ്സ് മുകളിലേക്ക്, ഇതിപ്പോൾ ഞാൻ തിരിച്ചു പിടിച്ചിരിക്കുന്നതുകൊണ്ട് താഴേക്ക് വന്നിരിക്കുന്നത്, മുകളിലേക്ക് നമ്മൾ ഉടുത്ത് വരുമ്പോൾ മുകളിലേക്ക് വരുന്നത് പോലെ സ്റ്റാൻഡിങ് പോസ്റ്റിൽ വരുന്ന രീതിയിൽ 3 ഫ്ലവേഴ്സ് വന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത് പോലെയാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതുണ്ടോ ഇത്രയും ഡിസൈൻസ് ഇതിൻ്റെ ഈ ഒരു ബോർഡറിലും ഫ്ലീറ്റിന് ഇടയ്ക്കുമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഡിസൈൻസ് ഇതിനകത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 1935 ആണേ. നെക്സ്റ്റ് നമ്മൾ വീണ്ടും കാണിക്കുന്നത് ഒരു കച്ച് വർക്ക് എംബ്രോയിഡറി വരുന്നൊരു സാരിയാണ്. വളരെ കണ്ണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നുന്നൊരു കച്ച് വർക്ക് എംബ്രോയിഡറിയാണ്. നേരത്തെ കാണിച്ച ഫ്ലവറിനേക്കാളും കുറച്ചുകൂടെ തിന്നായിട്ട് നമുക്ക് ഈ ഒരു ഫ്ലവേഴ്സ് തോന്നുന്നതും. കാരണം വെച്ചാൽ നമ്മൾ നേരത്തെ കാണിച്ച ഫ്ലവറിനകത്ത് നമ്മൾ ആങ്കറിന്റെ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്ന എംബ്രോയിഡറി ആയിരുന്നു. ഇത് വരുന്നത് പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്ത് ചെയ്യുന്ന എംബ്രോയിഡറി. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഫ്ലവറിന്റെ സൈസ് ചെറുതായിരിക്കും. മറ്റേന്ന് പറയുമ്പോൾ നമുക്ക് 6 സ്ട്രാൻഡ്സ് വരുന്ന ഇച്ചിരി കട്ടിയുള്ള നൂലാണ് വരുന്നത്. പേൾ കോട്ടൺ ത്രെഡ് എന്ന് പറയുമ്പോൾ സിംഗിൾ സ്ട്രാൻഡ്സ് വരുന്ന കുറഞ്ഞൂടെ കനം കുറഞ്ഞ ടൈപ്പ് ആ ഒരു നൂലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും ഇത് സൂക്ഷിച്ച് നമ്മൾ നോക്കിയാൽ അറിയാം സെയിം രീതിയിൽ തന്നെ കച്ച് വർക്കിന്റെ ആ ഒരു പാറ്റേൺ അങ്ങനെയാണ്. നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത്രയും നമ്മൾ ക്രോസ് ചെയ്ത് എടുത്തിട്ട് പോലും ഈ സൈസിൽ ആ ഒരു ഫ്ലവർ വരുന്നുള്ളത്. ആ ഒരു ത്രെഡ് വണ്ണം കുറഞ്ഞതായതുകൊണ്ടാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇത് ചെയ്യുന്നതിന്റെ സമയവും ഒന്നും കുറയുന്നില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ ത്രെഡിന്റെ വണ്ണം കുറവായതുകൊണ്ട് കാണുമ്പോൾ ചെറിയ ഫ്ലവേഴ്സ് ആണെന്ന് തോന്നുന്നേ ഉള്ളൂ. അതുപോലത്തെ 5 ഫ്ലവേഴ്സ് വരുന്നത് പോലത്തെ 5 കച്ച് വർക്ക് പാറ്റേൺ മോട്ടീവ്സ് വരുന്നത് പോലെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഫ്ലവർ ഡിസൈനാണ്, ഒരു ഫ്ലവർ ബഞ്ച് ഡിസൈനാണ്. ഇതിന്റെ പല്ലുവിന്റെ മെയിൻ എൻ പോർഷനിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നത് പല്ലുവിന്റെ സെൻട്രൽ പോർഷനിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സെയിം സൈസുള്ള ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയിൽ ഫുള്ളായിട്ടും കൊടുത്തിരിക്കുന്നത്. അതുപോലെ പല്ലുവിന്റെ ഉള്ളിൽ വരുന്ന എൻഡിലും ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല്ലുവിന്റെ എൻ പോർഷനിൽ 3 ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൈറ്റ് പീച്ച് ഷെയ്ഡിലാണ് ഈ ഒരു സാരി ചെയ്തിരിക്കുന്നത്. ലൈറ്റ് പീച്ചിൽ ഡാർക്ക് പിങ്ക് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സാരി ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ റണ്ണിങ് പോർഷൻ വരുന്നത്. റണ്ണിങ് പോർഷനിൽ വരുമ്പോഴത്തേനും അഡീഷണൽ ആയിട്ട് 2 ഫ്ലവേഴ്സും കൂടെ ഇതിന്റെ റണ്ണിങ് പോർഷനിൽ വരുന്നുണ്ട്. ടോട്ടൽ പല്ലുവിൽ 5 ഡിസൈൻസ് ആണ് അങ്ങനെ വരുന്നത്. റണ്ണിങ് പോർഷനിലെ 2 ഡിസൈൻസും പല്ലുവിന്റെ എൻഡിൽ വരുന്ന 3 ഡിസൈൻസും വെച്ചിട്ട് ടോട്ടൽ 5 ഡിസൈൻസ് ഈ ഒരു സാരിയുടെ പല്ലു പോർഷനിൽ മാത്രമായിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ വരുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇതുപോലെയാണ് ഇതിനകത്ത് ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്.
കുറച്ചും കൂടെ അടുത്തടുത്ത് വരുന്നത് പോലത്തെ 4 ഡിസൈൻസ് ആണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. സെയിം സൈസിലുള്ള ഡിസൈനാണ്. അതിൻ്റെ ആ ഒരു നമ്പർ ഓഫ് ഡിസൈൻസ് ആഡ് ചെയ്തിട്ട്, അതായത് നമ്മൾ നേരത്തെ അകലത്തിൽ കാണിച്ച ഡിസൈൻസിനെ കുറച്ചും കൂടെ അടുപ്പിച്ച് 4 ഡിസൈൻസ് ചെയ്ത് നമ്മൾ ഷോൾഡർ തൊട്ട് നമ്മുടെ കാല് വരെ വരുന്നത് പോലെ ഫ്രണ്ട് പോർഷൻ കവർ ചെയ്ത് ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ ഈ ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡിലുള്ള ബ്ലൗസൊക്കെ ഇട്ട് പെയർ ചെയ്താലും ഭംഗിയായിരിക്കും. അതുപോലെ ഈ ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡിലുള്ള ബ്ലൗസ് ആണെങ്കിലും നല്ല ഭംഗിയായിരിക്കും. നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഡെയിലി വെയർ കളക്ഷൻ ആയിട്ടും ഒരു ചേർച്ച് വെയർ കളക്ഷൻ ആയിട്ടും അതുപോലെ പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ പറ്റുന്ന ഒരു സാരിയാണിത്. നെക്സ്റ്റ് ഇതിനകത്ത് നമ്മളൊരു ബോട്ടം പോർഷനിലോട്ട് വരുമ്പോഴത്തേനും, അതായത് ഈ സാരിയുടെ ഹാഫ് പോർഷൻ തൊട്ട്, അതായത് നമ്മൾ ഫ്ലീറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷൻ തൊട്ട്, ഫ്ലീറ്റ്സിനുള്ളിൽ വരുന്ന പോർഷനാണ് ഈ ഒരു സാരിയുടെ ഹാഫ് പോർഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഹാഫ് പോർഷൻ തൊട്ട് വരുമ്പോഴത്തേനും ഇങ്ങനെ സ്റ്റാൻഡിങ് പോസിൽ ഇതിനകത്ത് നിറച്ചും ഡിസൈൻ, ഞാൻ തിരിച്ചു പിടിക്കുമ്പോൾ ഇത് കാണാനായിട്ട് ബുദ്ധിമുട്ടാണ്, ഞാൻ ഇങ്ങനെ തന്നെ പിടിച്ച് കാണിക്കാം. ഡിസൈൻസ് തലകുത്തിയായിരിക്കും കാണുന്നത്, പക്ഷേ ഈ പറഞ്ഞ പോലെ ബോട്ടം പോർഷനിൽ വരുന്ന സ്റ്റാൻഡിങ് പോസിൽ വരുന്ന ഡിസൈൻസ് ആണ്. 3 ഫ്ലവർ ഡിസൈൻസ് വരുന്ന പാറ്റേണിലാണ് ഇതിനകത്ത് ബോട്ടം പോർഷനിൽ ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ 3 ഡിസൈൻസ് വരുന്ന ആ ഒരു ഫ്ലവർ ബഞ്ച് ഈ ഒരു ഗ്യാപ്പിൽ ഇതിനെ ബോട്ടം പോർഷനിൽ, അതായത് ഫ്ലീറ്റ്സിനിടയ്ക്ക് കൂടെ ഫുള്ള് വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു സാരിയുടെ ബോട്ടം പോർഷൻ വരുന്നത്. ഏറ്റവും എൻഡിൽ വരുന്നത്, അതായത് നമ്മുടെ റൈറ്റ് ലെഗ് പോർഷനിൽ ഫ്ലീറ്റ്സിന് മുമ്പായിട്ട് വരുന്ന പോർഷനിൽ വരുന്ന ഡിസൈൻ മാത്രം നമ്മൾ നേരത്തെ കണ്ട 5 ഫ്ലവർ വരുന്ന ഡിസൈൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാ ഡിസൈൻസും ഇതുപോലെ 3 ഫ്ലവേഴ്സ് വരുന്ന രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിനകത്ത് ഡിസൈൻസ് വരുന്നത്. ഉടുത്ത് വരുമ്പോഴത്തേനും ഈ സാരിയുടെ കാണുന്ന ഭാഗത്തെല്ലാം തന്നെ ഡിസൈൻസ് വരുന്നൊരു പാറ്റേണിലാണ് ഈ ഒരു സാരി ചെയ്തിരിക്കുന്നത്. ഈ ഒരു സാരിയുടെയും പ്രൈസ് വരുന്നത് 2895 ആണ്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 2895 ആണ് സാരിയുടെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇത്രയും സാരീസ് എല്ലാം തന്നെ നമുക്കിപ്പോൾ റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറയാറുണ്ട്, നമ്മുടെ സബ്സ്ക്രൈബർ കളക്ഷനാണ്. നമ്മൾ ഈ കാണിക്കുന്ന എല്ലാ സാരീസും ഈ ഓരോ പീസ് വീതം നമുക്ക് റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ ഓൺ കളക്ഷൻ ആണെങ്കിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്താണ് കൊടുക്കുന്നത്. നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന സാരി നമ്മൾ ഒരാൾക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്തതായിരിക്കും. നിങ്ങൾക്ക് സെയിം ഡിസൈൻ വേണമെങ്കിൽ ഓർഡർ ചെയ്തതിന് ശേഷം നമ്മൾ കസ്റ്റമൈസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അത് റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആവത്തില്ല. പക്ഷേ ഈ കാണിക്കുന്ന എല്ലാ സാരീസും നമുക്ക് റെഡി ടു ഡിസ്പാച്ച്ഡ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ട് നമ്മുടെ കയ്യിലുണ്ടാവും. ലാസ്റ്റ് ആയിട്ട് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു വൈറ്റ് കളറിലെ ഓർഗൻഡി സാരിയാണ്. സാരി കാണിക്കുന്നതിന് മുമ്പായിട്ട് ഞാനൊരു ഡിസ്ക്ലൈമർ പറയുവാണ്. നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു സൗണ്ട് ഡിസ്റ്റർബൻസ് അനുഭവപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. നമ്മൾ മിഷൻ റൺ ചെയ്യുന്നതിൻ്റെ ഒച്ചയാണ്. നമുക്ക് കുറച്ച് അർജൻറ്റ് ഓർഡേഴ്സ് ഡിസ്പാച്ചിന് റെഡി ആകുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം വെച്ചാൽ കുറച്ച് ബൾക്കായിട്ടുള്ള ഓർഡേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വോയിസ് ഡിസ്റ്റർബൻസ് വരുന്നത്. അതെല്ലാവരും ക്ഷമിക്കുക. നമുക്ക് ഈ ഒരു സാരി ഒന്നുകൂടെ കാണാം. ഇത് വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഓർഗൻഡി ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു വൈറ്റ് കളറിലുള്ള സാരിയാണ്. നമുക്ക് വൈറ്റ് സാരീസ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിമാൻഡ്സ് ഉള്ള ഒരു സാരിയാണ് വൈറ്റ് കളറ്. അപ്പം അതിനകത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പിങ്ക് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു സാരിയാണ്. ഇങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത്. ഇതിൻ്റെ പല്ലു പോർഷനാണ്. പല്ലുവിൻ്റെ മെയിൻ എൻഡിൽ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ പിങ്കിൻ്റെ മൾട്ടി കളർ കോമ്പിനേഷൻസ് യൂസ് ചെയ്ത് ഗ്രീനിൻ്റെയും മൾട്ടി കളർ കോമ്പിനേഷൻസ് യൂസ് ചെയ്ത് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷാഡോ വർക്ക് ഡിസൈനാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് വളരെ ഫിനിഷിങ്ങോടുകൂടി ചെയ്തിരിക്കുന്ന ഒരു ഷാഡോ വർക്ക് എംബ്രോയിഡറി ആണ്. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ എൽ ഷേപ്പ് പാറ്റേണിലാണ് ഇതിൻ്റെ പല്ലു പോർഷനിൽ ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അതിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പല്ലുവിൻ്റെ തന്നെ സെൻട്രൽ പോർഷനിൽ ഇതുപോലൊരു ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സിംഗിൾ ഫ്ലവർ പാറ്റേൺ വരുന്നത് പോലെയാണ് ആ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. പല്ലുവിൻ്റെ അപ്പുറത്തെ എൻഡിൽ, അതായത് ഉൾവശത്ത് വരുന്ന എൻഡിൽ 2 ഫ്ലവേഴ്സ് വരുന്ന ഒരു ഫ്ലവർ ബഞ്ചായിട്ട് ഒരു ഡിസൈൻ ഇതിൻ്റെ ഉൾവശത്തും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തെല്ലാം ആ ഒരു പിങ്കിൻ്റെ കളർ കോമ്പിനേഷൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു സാരിയുടെ റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പോഴത്തേന്, അതായത് പല്ലുവിൻ്റെ പുറകോട്ട് വരുന്ന റണ്ണിങ് പോർഷനിൽ ആ പല്ലുവിൻ്റെ എൻ പോർഷനിൽ കൊടുത്തത് കൂടാതെ 2 ചെറിയ ഫ്ലവർ ഡിസൈൻസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 2 ഫ്ലവർ ഡിസൈൻസിലും പിങ്കിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു മൾട്ടി കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള എംബ്രോയിഡറി, ഇത് പിങ്കിൻ്റെ തന്നെ ഒരു ഡാർക്ക് കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള എംബ്രോയിഡറിയുമാണ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇതുപോലെയാണ് ഇതിനകത്ത് എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നത്. 4 ഡിസൈൻസ് ആണ് ഇതിനകത്ത് ചെസ്റ്റ് പോർഷനിൽ ചെയ്തിരിക്കുന്നത്. നമ്മൾ പല്ലുവിൻ്റെ ഉൾവശത്ത് വന്നിരുന്ന ആ ഒരു ഡിസൈനിൽ കൊടുത്തിരിക്കുന്നത് പോലെ 2 ഫ്ലവേഴ്സ് വരുന്ന ഫ്ലവർ ബഞ്ച് പാറ്റേണിലാണ് ഇതിനകത്ത് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേനും ചെസ്റ്റ് പോർഷൻ തൊട്ട്
നമ്മുടെ ഈ ഒരു ലെഗ് പോർഷൻ വരെ വരുന്നത് പോലെ അത്യാവശ്യം ലെങ്ത് തന്നെ ഈ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ഗ്യാപ്പ് ഇട്ടൊന്നുമല്ല ഡിസൈൻസ് വന്നിരിക്കുന്നത്. ഡിസൈൻസിന്റെ വലുപ്പം കൊണ്ട് തന്നെയാണ് ഈ ഒരു ഡിസൈൻ ഇവിടം വരെയും വരുന്നത്. ഇതുണ്ടോ, ഈ ഒരു ഗ്യാപ്പേ വരുന്നുള്ളൂ ഓരോ ഡിസൈൻസ് തമ്മിലും. അത്രയും ഒരു ഗ്യാപ്പിൽ തന്നെ ഈ ഒരു 4 ഡിസൈൻസ് കൊണ്ട് ചെസ്റ്റ് പോർഷൻ നന്നായിട്ട് കവർ ആയിട്ടുണ്ട്. ഇതിനകത്തും ആ ഒരു കളർ കോമ്പിനേഷൻ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓരോ ഫ്ലവർ ബഞ്ചും ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ള പിങ്ക് യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ ബോട്ടം പോർഷൻ അല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഫ്ലീറ്റ്സ് തുടങ്ങുന്ന ഭാഗം തൊട്ട്, ഞാൻ പറയാറുള്ളത് പോലെ എല്ലാ സാരിയുടെയും ഹാഫ് പോർഷൻ തൊട്ടാണ് നമ്മുടെ ഫ്ലീറ്റ്സ് തുടങ്ങുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ ഫ്ലീറ്റ്സിന് ഇടയ്ക്ക് ഡിസൈൻ വേണ്ടാന്നുണ്ടെങ്കിൽ ഹാഫ് പോർഷൻ കഴിഞ്ഞ് മുമ്പോട്ട് ഡിസൈൻസ് കൊടുത്താൽ മതി. ഫ്ലീറ്റ്സിന് ഇടയ്ക്കാണ് ഡിസൈൻ കൊടുക്കണമെങ്കിൽ ഈ ഹാഫ് പോർഷൻ വരെയുള്ള ഭാഗത്താണ് ഡിസൈൻസ് കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു ഹാഫ് പോർഷൻ വരെയുള്ള ഭാഗത്താണ് ഈ ഒരു സാരിയിൽ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാരിയിൽ ഫ്ലീറ്റ്സിന് ഇടയ്ക്കായിരിക്കും ഡിസൈൻസ് വരുന്നത്. ഇതുപോലെ നമ്മൾ ചെസ്റ്റ് പോർഷനിലൊക്കെ കണ്ടതുപോലെ 2 ഫ്ലവേഴ്സ് വരുന്ന ഫ്ലവർ ബഞ്ചസ് ആയിട്ട് ഇതിനകത്ത് ഫ്ലീറ്റ്സിന് ഇടയ്ക്കൂടെ ഡിസൈൻസ് വരുന്നത് പോലെ ഇതിനകത്ത് ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് ആ റൈറ്റ് ലെഗ് പോർഷനിൽ വന്നാണ് എൻഡ് ചെയ്യുന്നത്. റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പോൾ നമ്മൾ പല്ലുവിൻ്റെ എൻഡിൽ കണ്ടതുപോലെ ഒരു എൽ ഷേപ്പിൽ സ്റ്റാൻഡിങ് പോസിൽ വരുന്നൊരു പാറ്റേണിലാണ് ഇതിനകത്ത് ഡിസൈൻസ് വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഉടുത്ത് വരുമ്പോഴത്തേനും നിറച്ചും ഡിസൈൻസ് ഉള്ള ഒരു പാറ്റേണിൽ ചെയ്തിരിക്കുന്ന ഒരു ഓർഗൻഡി സാരിയാണ്. ഓർഗൻഡി സാരിയുടെ നോർമൽ വരുന്നത് പോലെ അത്രയും സ്റ്റിഫ്നെസ്സോ ഒത്തിരി പറന്ന് നിൽക്കുന്നോ ആയിട്ടുള്ള സാരിയിൽ അത്യാവശ്യം ഫ്ലോയി ആയിട്ടുള്ള ഒരു ഓർഗൻഡി മെറ്റീരിയൽ വന്നിരിക്കുന്ന ഓർഗൻഡി സാരിയാണ്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 2795 ആണ്. 2795 റുപ്പീസാണ്. അപ്പോൾ ഈ കാണിച്ച എല്ലാ സാരീസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിലേതെങ്കിലും സാരീസ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്താൽ മതി. അവൈലബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യം നമ്മൾ നേരിട്ട് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.